നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് കേസുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 15 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം നടന്നത്. കേസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമ്പോഴും പിടികൂടാനാവുന്ന പ്രതികളുടെ എണ്ണം 5% താഴെ മാത്രമാണ്. ഇതോടെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 15 കോടി 15 crore 34 lakh amount is already lost. We are able to recover hardly 10%. Like 2023 we are able to freeze the amount of 1 crore 53 lakh 68,000. ഈ വർഷം 2 crore 79 lakh 37,000 അമൗണ്ട് ഫ്രീ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അമൗണ്ട് തിരിച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് അക്കൗണ്ടിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂകളുണ്ട്. ഇപ്പം നമ്മൾ ഒരു കാലിക്കറ്റ് സിറ്റിയിലെ ഒരു വാർഡ് ലെവലിൽ തന്നെ SHO കീഴിലെ വാർഡ് ലെവലിൽ തന്നെ നമ്മൾ മീറ്റിംഗ് വിളിച്ചിട്ട് അവർക്ക് ഈ സൈബർ ഓപ്പറേഷൻ ഫ്രോഡുകളുടെ മോഡൽസ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബൃഹത് പരിപാടി തുടങ്ങുന്നുണ്ട്. നാളെ മുതൽ തന്നെ ഇത് തുടങ്ങും. ഒരാഴ്ച ഇത് കൃത്യമായിട്ട് എല്ലാ സ്റ്റേഷനിലെ എല്ലാ വാർഡുകളിലും കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ പൊതുജനങ്ങൾക്ക് മാർഗനിർദ്ദേശവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ കൂടുതലും സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളാണ്, അതല്ലെങ്കിൽ സൈബർ ക്രൈമുകളാണ്. ഇത് ഏറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. കാരണം നമ്മളുടെ ഒരു രീതിയിൽ പൊതുവെ പരിശോധിക്കുമ്പോൾ സാധാരണക്കാരല്ല ഈ തട്ടിപ്പിന് ഇരകളാകുന്നവര്. അഭ്യസ്തവിധരായിട്ടുള്ള വ്യക്തികൾ, വീട്ടമ്മമാരടക്കം ഈ സൈബർ തട്ടിപ്പിന് ഇരകളാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിരത്തിയിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ, അതായത് 2023 ഡിസംബർ മുതലുള്ള കണക്ക് പരിശോധിച്ചപ്പോൾ സംസ്ഥാനത്ത് 500 കോടി രൂപയിലധികം ഈ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ കൊണ്ടുപോയി സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്തുവെന്ന്. അതിലേറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്ന ജില്ലകളിലൊന്ന് കോഴിക്കോട് ജില്ലയാണ്. ഇത് എത്ര കേസുകളിൽ പോലീസിന് ഈ പണം തിരികെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഏതെങ്കിലും പ്രതികളെ കണ്ടെത്താൻ, ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ അനീഷ്? ടോം, നമുക്കറിയാം കേരളത്തിൽ പ്രത്യേകിച്ചും ഈ എല്ലാ ഇടങ്ങളിലും എല്ലാ ജില്ലകളിലും ഒരുപോലെ തന്നെ വർദ്ധിക്കുന്നതാണ് ഈ സൈബർ കേസുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇതിലൂടെ വലിയ തോതിലുള്ള പണം നഷ്ടപ്പെടുന്നു എന്നതാണ്. സാധാരണഗതിയിൽ ചെറിയ പണമാണ്. ഇപ്പോൾ 10,000-ഓ 2,000-ഓ 3,000-ഓ 5,000-ഓ ആണെങ്കിൽ പോലുമൊക്കെ ആരും കാര്യമായി ഇതിൽ പരാതി നൽകുകയോ മുന്നോട്ട് നടപടിക്രമങ്ങളുമായി നീങ്ങാറുമില്ല. ഒരു 10,000-ന് മേൽ അല്ലെങ്കിൽ 20,000 30,000 ഒക്കെ പോകുമ്പോഴാണ് പലപ്പോഴും പരാതിയുമായി പോകുന്നത്. അല്ലെങ്കിൽ ഈ 500-1000 രൂപയ്ക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോലും പോകണ്ട എന്ന് കരുതുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കെ പോലും ഏതാണ്ട് 60-ലധികം കേസുകളാണ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എങ്കിൽ പോലും അന്വേഷണവുമായി പോലീസിന് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നതാണ് ഈ കേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. ഈ കേസിലെ പ്രതികളിൽ മിക്ക ആളുകളും അല്ലെങ്കിൽ തട്ടിപ്പിന് വിധേയമാക്കുന്ന പല ആളുകളും കേരളത്തിന് പുറത്തു നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ പലപ്പോഴും ഈ വെബ്സൈറ്റുകൾ വഴി പണം ഉണ്ടാക്കാം. ചെറിയ പണം നിക്ഷേപിച്ചാൽ 500 രൂപ പണം നിക്ഷേപിച്ചാൽ 1000 രൂപ ഒരാഴ്ചക്കുള്ളിൽ ലഭിക്കും. അല്ലെങ്കിൽ 1000 രൂപ നിക്ഷേപിച്ചാൽ 10,000-ആയി 1 മാസത്തിനുള്ളിൽ മടക്ക് ലഭിക്കും. അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകിയാണ് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. ആദ്യ 1-2 തവണയൊക്കെ ഇത്തരത്തിൽ കൂടുതൽ പണം ഈ ഇടപാടുകാർക്ക് നൽകും. അല്ലെങ്കിൽ 3, 4, 5 തവണയൊക്കെ നൽകുമ്പോഴേക്കും ഈ ഇടപാടുകാർക്ക് വിശ്വാസ്യത വർദ്ധിക്കുകയും അവർ കൂടുതൽ പണം ഈ വ്യാജ സൈറ്റുകളിൽ നിക്ഷേപിക്കുകയുമാണ്. നമുക്ക് അറിയാം, തേക്കും ആടും മാഞ്ചിയവും ടോട്ടൽ ഫോർ യു തട്ടിപ്പ് മുതൽ ഹൈ റിച്ച് തട്ടിപ്പ് വരെയുള്ള എല്ലാ തരം തട്ടിപ്പുകൾക്കും വശഗതരാകാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ചെറിയ ലാഭം ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചാൽ എത്ര പണം വേണമെങ്കിലും നിക്ഷേപിക്കാൻ കഴിയുന്നവരുമാണ്. അങ്ങനെയുള്ളവരെയാണ് ഈ ഓൺലൈൻ തട്ടിപ്പുകാരും ഉപയോഗിക്കുന്നത്. ഇത്തരം ഈ തട്ടിപ്പ് വെബ്സൈറ്റുകളിൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടമായി എന്ന് അറിയുമ്പോഴാവും ഒരുപക്ഷെ വീണ്ടും വിചാരമുണ്ടായി പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ പരാതി നൽകാനായി പോവുക. പക്ഷേ അപ്പോഴേക്കും ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നമ്പറുകൾ വളരെ പെട്ടെന്ന് തന്നെ ഉപേക്ഷിച്ച് കളയുകയാണ്.
ഈ മൊബൈൽ നമ്പർ എന്ന ഏക കച്ചിത്തുരുമ്പിൽ വഴിയാണ് ഈ ഇടപാടുകളെല്ലാം ഈ ആളുകൾ നൽകി തട്ടിപ്പിന് ഇരയാവുന്നത്. പക്ഷേ ഈ മൊബൈൽ നമ്പർ പ്രതി ഉപേക്ഷിക്കുന്നതോടുകൂടി പിന്നീട് അയാളിലേക്ക് പോകാൻ മാർഗമില്ലാതാവുന്നു. പലപ്പോഴും പോലീസ്, കോഴിക്കോട്ടെ സൈബർ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നേക്കാം, ഈ അന്വേഷണങ്ങൾ നടത്തി UP-യിലെയും ജാർഖണ്ഡിലെയും ഒക്കെ പല ഗ്രാമങ്ങളിലേക്ക് അന്വേഷണം എത്തി നിൽക്കാറുണ്ട്. പക്ഷേ അന്വേഷണം അവിടെ ചെല്ലുമ്പോഴാവും മനസ്സിലാവുക ഈ സിം കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഗ്രാമത്തിലെ ഏതെങ്കിലും അക്ഷരാഭ്യാസമില്ലാത്ത, അഭ്യസ്തവിദ്യരല്ലാത്ത ഏതെങ്കിലും കർഷകൻ്റെയോ അല്ലെങ്കിൽ 10-80 വയസ്സായ കർഷക സ്ത്രീയുടെയൊക്കെ പേരിലാവും. അപ്പം ആ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക്. കാരണം ഇവർക്കും അറിയില്ല ആരാണ് ഇവരുടെ സിം കാർഡ് ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ ആധാർ കാർഡും മറ്റുമൊക്കെ ദുരുപയോഗം ചെയ്ത് ഇത്തരമൊരു സിം കാർഡ് എടുത്തതെന്ന് അവർക്കും അറിയാത്ത ഒരവസ്ഥ. പിന്നീട് പണം നിക്ഷേപിച്ച അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോകുമ്പോഴും അതും സമാനമായ രീതിയിൽ തന്നെ ഏതെങ്കിലും ഉൾനാടൻ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട വീട്ടമ്മയുടെ അടുത്തേക്കായിരിക്കും എത്തി നിൽക്കുക. അതുകൊണ്ട് പണം താൽക്കാലികമായി മരവിപ്പിച്ച് നിർത്തുന്നതിനപ്പുറം മറ്റ് നടപടിക്രമങ്ങൾക്ക് പോലീസിന് കഴിയുന്നില്ല. ഈ 16 കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും അതിൽ തിരിച്ചു പിടിച്ച തുക ഏതാണ്ട് 1 കോടിയിൽ താഴെ മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോടതിയുടെ ചില നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് നമ്പറും മൊബൈൽ നമ്പറും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അത് കേസ് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ പണം കിട്ടൂ. അതുകൊണ്ട് പണം പലപ്പോഴും ഈ സ്തംഭനാവസ്ഥയിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു രീതിയിലേക്ക് നീങ്ങുന്നു. ഈ മറ്റൊന്ന്, ഈ അക്കൗണ്ടുകൾ നമുക്ക് കേരളത്തിൽ തന്നെ പലയിടത്തുമുണ്ട്. ഈ കോളേജ് വിദ്യാർത്ഥികളെ മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഇത്തരം തട്ടിപ്പ് മാഫിയകൾ പ്രവർത്തിക്കുന്നു. അവർ അവരുടെ അക്കൗണ്ട് നമ്പറുകൾ, വിദ്യാർത്ഥികളുടെ അക്കൗണ്ട് നമ്പറുകൾ നൽകുന്നു. അതിലേക്ക് 3-4 ലക്ഷം രൂപയൊക്കെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പണം പിൻവലിച്ച ശേഷം 25,000-30,000 രൂപ വരെയൊക്കെ ഈ വിദ്യാർത്ഥികൾക്ക് പ്രതിഫലമായി നൽകുന്നു. അങ്ങനെ 2-3 ഏതാനും വർഷങ്ങൾക്ക് മുൻപൊക്കെ നമ്മൾ കേട്ടിരുന്ന സൈബർ തട്ടിപ്പ്, ഓൺലൈൻ തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് OTP വഴി ചെറിയൊരു തുക തട്ടിയെടുക്കുക, നമ്മുടെ ATM കാർഡിന്റെ പിൻ നമ്പർ കൈക്കലാക്കി ചെറിയ രീതിയിലുള്ള തട്ടിപ്പ്, അതായത് അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1000 രൂപ 10,000 രൂപയുടെ ഒക്കെ തട്ടിപ്പുകളായിരുന്നുവെങ്കിൽ ഇന്ന് അതിന്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു. അതായത് കോടികൾ തട്ടിയെടുക്കുന്ന രീതി. അത് ഈ ആലപ്പുഴയിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു ഡോക്ടറുടെ 67 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത സംഭവമുണ്ടായി. അവിടെ പല രീതിയിലാണ് തട്ടിപ്പുകാർ ഇപ്പോൾ എത്തുന്നത്. ഓൺലൈൻ മാർക്കറ്റിംഗ്, അതോടൊപ്പം ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാം എന്ന രീതിയിലൊക്കെ പല കാര്യങ്ങൾ പറയുന്നു. ലോൺ ആപ്പുകൾ, അങ്ങനെ പല രീതിയിൽ പല വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തട്ടിപ്പുമായി ഈ സംഘങ്ങൾ രംഗത്തെത്തുന്നുണ്ട്. പക്ഷെ ഇത്തരം വാർത്തകളൊക്കെ അടിക്കടി വന്നിട്ടും എന്തുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങൾ, സാധാരണക്കാർ മാത്രമല്ല അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ പോലും ഈ സംഘത്തിന്റെ, ഇവരുടെ ഈ വാഗ്ദാനങ്ങളിൽ വീണു പോകുന്നത്? ടോം, നമുക്കറിയാം ആദ്യകാല തട്ടിപ്പിന്റെ പ്രധാന വഴിയായിരുന്നു OTP ഉപയോഗിച്ചുള്ള ആ തട്ടിപ്പ്. ഇതെന്തായാലും OTPക്കെതിരെ ബാങ്കും സർക്കാരുകളും എല്ലാം, ഈ ധനകാര്യ ഇടപാടുകൾ നടത്തുന്നവർ എല്ലാം തന്നെ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ OTP നൽകരുത്, അജ്ഞാതമായ ഉറവിടങ്ങളിൽ നിന്നും വരുന്ന OTP ആവശ്യമുള്ള സന്ദേശത്തോട് പ്രതികരിക്കരുത്. അങ്ങനെ ഒരു വലിയ ഒരു ബോധവൽക്കരണം ഈ OTPയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തട്ടിപ്പുകാർ പോലും ഇങ്ങോട്ട് ആദ്യം തന്നെ പറയും, ഞങ്ങൾ നിങ്ങളുടെ OTP ചോദിക്കില്ല, ആരെങ്കിലും OTP ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ വരെ ആളുകൾ വരുന്ന അവസ്ഥയിലേക്ക് മാറി. എന്തായാലും ആ OTP കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പിൻ്റെ എണ്ണം വളരെ കുറയുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ മറുവശത്താണ് ഇപ്പോൾ ഈ പാർട്ട് ടൈം ജോബുകളാണ് ഇപ്പോൾ പ്രധാന ധനാഗമന മാർഗമായി ഈ തട്ടിപ്പുകാർ കാണുന്നത്. കാരണം വീട്ടിലിരിക്കുന്ന ആളുകൾ, വീട്ടമ്മമാർ അല്ലെങ്കിൽ മറ്റ് ഈ എന്തെങ്കിലും ജോലികൾ നിലവിൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് എത്തും, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോടൊപ്പം ഒരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ ഒരു മറുവശത്ത് ഒരു ചെറിയ വരുമാനം ലഭിക്കുന്ന ഒരു ജോലി 20,000 വരെ 30,000 രൂപ വരെയൊക്കെ പലപ്പോഴും മാസം സമ്പാദിക്കാൻ കഴിയും. എന്നിട്ട് അത്തരത്തിൽ വിശ്വാസയോഗ്യമാക്കാനായി കുറച്ച് വീഡിയോകളൊക്കെ ഇടും. ജോലി വളരെ സിമ്പിളാണ്. പലപ്പോഴും ഒന്നെങ്കിൽ ഈ ഗൂഗിളിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് നൽകുക എന്നാണ് ഒരു ജോലി നൽകുന്നത്. ഏതെങ്കിലും ഹോട്ടലുകൾ, മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്കൊക്കെ റേറ്റിംഗ് നൽകുക. മറ്റൊന്ന് യൂട്യൂബ് ചാനലുകൾക്ക് ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. ഇത്തരത്തിൽ ഒരു ലൈക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കൗണ്ടായി കണക്കാക്കുന്നു എന്നൊക്കെ പറയുന്നു. പിന്നീട് ആദ്യത്തെ പണമായി 40 രൂപ 60 രൂപ അങ്ങനെ പല ശ്രേണിയിലുള്ള പണമുണ്ട്. ഇപ്പം ആളുകൾ തന്നെ, ഇത് കിട്ടുന്ന ആളുകൾ തന്നെ വിചാരിക്കും ഒരു യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്, ആ ടാസ്ക് ചെയ്യുന്നു, ആ സ്ക്രീൻഷോട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നു. ആ സ്ക്രീൻഷോട്ട് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ 40 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു.
അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2 യൂട്യൂബ് പേജുകൾ അല്ലെങ്കിൽ മറ്റിങ്ങനെ കുറച്ച് ദിവസങ്ങളിലേക്ക് ഇവർ നമ്മളെ എൻഗേജ്ഡ് ആക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകും. സ്വാഭാവികമായും OTP ചോദിക്കുന്നില്ല, മറ്റു ഒന്നും ചെയ്യുന്നില്ല. വളരെ ലഘുവായ ഒരു ജോലി മാത്രമാണ് ഇവർ ഓൺലൈനിൽ കൂടി ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അത് ചെയ്താൽ കാര്യമായ നഷ്ടമൊന്നും വരുന്നില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആളുകൾ കൊടുക്കുന്നു. പിന്നീട് കൂടുതൽ പണത്തിലേക്ക് ഇടപാടുകളിലേക്ക് പോകുന്നു. പിന്നീട് ഈ ചില പ്രത്യേക വിൻഡോകൾ തുറക്കണം. കാരണം ആദ്യത്തെ ഈ സബ്സ്ക്രിപ്ഷൻ മാത്രമുള്ള ഇടത്തേക്കാണ് പോയിരിക്കുന്നത്. അതിൽ നിന്നും നിങ്ങൾ അടുത്ത ലെവലിലെ ജോലിക്കാരായി മാറുന്നു. വരുമാനം ഇരട്ടിയായി വർദ്ധിക്കാനുള്ള മറ്റു ചില ടാസ്കുകൾ നിങ്ങൾക്കായി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഓരോരോ ടാസ്കുകളായി മുന്നോട്ട് പോയി ഒടുവിലാവും മനസ്സിലാവുക വലിയൊരു കടക്കണിയിലേക്കാണ് നീങ്ങുന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ പണത്തിന് നല്ലൊരു പങ്ക് ഇവർ കൊണ്ടുപോകുന്നു എന്നൊക്കെ മനസ്സിലാക്കുക. ഇങ്ങനത്തെ വ്യത്യസ്തമായ രീതിയിലുള്ള ഇടപാടുകളുമായാണ് ഇപ്പോൾ സൈബർ തട്ടിപ്പുകാർ രംഗത്ത് വരുന്നത്. പല തരത്തിലുള്ള ഈ കോഴിക്കോട് പോലീസ് തന്നെ ഒരു ഹാൻഡ് ഔട്ട് പോലെ ഒരു 6-7 പേജ് വരുന്ന ഒരു ലഘുലേഖ തന്നെ ഇറക്കിയിട്ടുണ്ട്. അത് ഈ താഴെ തട്ടിലേക്ക് ബോധവൽക്കരണം എത്തിക്കുന്നതിനാണ് 220 പേരെ ഇതിനകം കോഴിക്കോട് നഗരത്തിൽ മാത്രം വോളണ്ടിയർമാരായി പോലീസ് തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവർ നഗരത്തിലെ എല്ലാ വാർഡുകളിലും പ്രത്യേക സേനകൾ, ഈ ഓൺലൈൻ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ആ സേനകൾ രൂപിക്കുന്നു. അവർ ഇവർക്ക് ബോധവൽക്കരണം നൽകുന്നു. ഇനി അഥവാ എന്തെങ്കിലും തട്ടിപ്പിനിരയായാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബോധവൽക്കരണത്തിനായി ചുമതലപ്പെടുത്തിയ ആളുകളെയും ഈ പ്രത്യേകം ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരായി നിർമ്മിച്ചിരിക്കുന്ന നമ്പറുകളിലേക്ക് മറ്റുമൊക്കെ വിളിക്കുക, വളരെ പെട്ടെന്ന് വെക്കുക. അങ്ങനെ ഈ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ പണം തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നു. നമുക്കറിയാം, ഏറെ കൗതുകകരമായ കാര്യം, ഈ കേസുകൾ ഈ കോഴിക്കോട് മാത്രം രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട് കേവലം 5% മാത്രമാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീഡിയോ തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കേസുകൾ ഉൾപ്പെടെയാണ് നോക്കിയാൽ 5% പേർ മാത്രം. അതായത് 60 പേർ ചെയ്താൽ അതിൽ 3 പേരെ പോലും പിടിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ തന്നെ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത്. തട്ടിപ്പിനിരയാവാതിരിക്കുന്നതാണ് മറ്റ് നിയമ നടപടികളെക്കാൾ നല്ലതെന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് കൃത്യമായി ഈ കാര്യങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു പരിധിവരെ ഇരകളാകാതിരിക്കാൻ നമ്മൾ സ്വയം ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. കാരണം പല രീതിയിലാണ് തട്ടിപ്പ് സംഘങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. മനുഷ്യന്റെ ഈ പണം ഉണ്ടാക്കാനുള്ള അത്യാർത്തി, അതാണ് പലരെയും ഇതുപോലുള്ള അപകട കെണിയിലെത്തിക്കുന്നത്. പണം നഷ്ടപ്പെട്ടു പോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. ചിലർ വിഷാദ രോഗികളായി മാറും. അതുകൊണ്ട് ഇതുപോലുള്ള ചതികളിൽ പെടാതിരിക്കാൻ സ്വയം ജാഗ്രത പുലർത്തുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത്.